ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരച്ചാറാണ്. ഇത് സീസണില്ലാത്ത ഒരച്ചാറാണ്. എപ്പോൾ ഇടയിൽ നിങ്ങൾക്കിടാം, ഈ നെല്ലിക്കയൊക്കെ ഇടുന്ന പോലെ. ഇന്നൊരു പച്ചക്കറി വിഭവമാണ് വെജിറ്റബിൾ അച്ചാർ. നമുക്ക് പാവയ്ക്ക കൊണ്ടാണ് ഇന്ന് അച്ചാറിടുന്നത്. ഇത് 2 പാവയ്ക്കയുണ്ട്. ഏകദേശം കഷ്ടിച്ച് അത്രയേ ഉള്ളൂ കേട്ടോ, 1/2 കിലോ ഇല്ല, 1/2 കിലോയുടെ അടുത്തെങ്ങാനും ഒക്കെ വരും, അത്രയേ ഉള്ളൂ. ഞാൻ വെയിറ്റൊന്നും കണ്ടില്ല. ഇത് 2 വെളുത്ത പുതിയ പാവയ്ക്കയാണ്. ഇതാണ് ഇന്നത്തെ വെജിറ്റബിൾ. പാവയ്ക്ക മാത്രം, അതിനകത്ത് ചുമന്നുള്ളിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ തുടങ്ങാം. ഞാൻ ആദ്യം ചെയ്യുക, 1 ടീസ്പൂൺ ഉപ്പിട്ട്, വേണമെങ്കിൽ ഇത്തിരി വിനാഗിരി ഒഴിക്കാം, പക്ഷേ ഞാൻ ഉപ്പ് മാത്രമേ ഇടാറുള്ളൂ. ഉപ്പിട്ടൊന്ന് പിഴിഞ്ഞെടുക്കും. കയ്പ്പ് ഒരു ശകലം കുറയ്ക്കാൻ മാത്രമാണ് കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തു, ഒന്ന് തിരുമ്മി വെച്ചു. ഒരു 10 മിനിറ്റ് തട്ടിപ്പൊത്തി വയ്ക്കുക. എങ്ങനെയാണ് തട്ടിപ്പൊത്തി വയ്ക്കുന്നത്? ദേ ഇങ്ങനെ എല്ലാം കൂടെ തൂത്ത് കൂട്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് തട്ടി പൊത്തി വയ്ക്കുക. തട്ടി പൊത്തി വയ്ക്കും. ഇതാണ് തട്ടിപ്പൊത്തൽ. ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ആ സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറക്കുന്നില്ല, മൂപ്പിക്കുന്നേ ഉള്ളൂ. ഇത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ വേണം അച്ചാറിന്. ഓയിലൊന്നും ഒഴിച്ച് കളയരുത്. നല്ലെണ്ണയ്ക്കൊരു പ്രത്യേക എടുപ്പാണ്. 1/4 കപ്പ് കഷ്ടിച്ചൊഴിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പാവയ്ക്ക അച്ചാറിന് കണിശമായും വേണ്ട സംഗതി വെളുത്തുള്ളിയാണ്. നമുക്കൊരു ശകലം ഉലുവ ഇടാം. ഉലുവയും ഇട്ടു, അത്രയും തന്നെ കടുകും ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ. 2 ബൾബ് വെളുത്തുള്ളി എടുത്ത് വൃത്തിയാക്കി കഴുകി, എന്നിട്ട് 4ആയിട്ട് ഓരോ ചുളയും കീറി വെച്ചിരിക്കുകയത്. ചതയ്ക്കണ്ട, ഒരു 3 മിനിറ്റ് അത്രയും വന്ന് ചുമന്ന് വരണം. അടുത്ത ഊഴം ഇഞ്ചിയുടേതാണ്. ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ടേക്കാം, 2ഉം കൂടെ ചുമന്നോട്ടെ. ഇഞ്ചി ഇത് മതി. നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നു, ഇഞ്ചിയും ചുമന്നു. ഇനി നമുക്ക് പച്ചമുളക്, ഒരു 2 പച്ചമുളകേ ഇട്ടുള്ളൂ, കാരണം ചുമന്ന മുളക് ഇടാനുള്ളതാണ്. ഇതൊരു ഫ്ലേവറിന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3, 4, 5, 6, 8, 10, 100 ഒക്കെ ഇടാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ കൊടുക്കാം. കുറച്ച് കരിവേപ്പില. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി മാറ്റാം. അതല്ല, ഇതിലേക്ക് പച്ച പാവയ്ക്ക കീറി വെച്ചിരിക്കുന്നത്, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടാം. അങ്ങനെ ഞാനിപ്പോൾ ഇടാൻ പോവുക. ഉപ്പ് പുരട്ടി പാവയ്ക്ക വെച്ചിട്ടുണ്ടല്ലോ, അത് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കണ്ടോ. ഇതിൽ കൂടുതലായി പോകരുത്. അപ്പോഴേക്കും നമ്മുടെ തട്ടിപ്പൊത്തിയ പാവയ്ക്ക കണ്ടോ, ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു നല്ലോണം. കണ്ടോ, കുറച്ച് വെള്ളം ഒന്ന് പൊക്കോട്ടെ. കുറച്ചും കൂടിയുണ്ട്. ഇതേ കണ്ടോ, ചെറിയൊരു വീഴ്ചയിലാണ് ഇത്രയും വെള്ളം കിട്ടിയത്. അത് പൊയ്ക്കോട്ടെ. പാവയ്ക്കയുടെ അത്രയും ഗുണം നഷ്ടപ്പെട്ടാലും സാരമില്ല. ഈ കയ്പ്പ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടാനും കൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനി ഇവിടെ കിടന്ന് വഴലണം. അതവിടെ കിടന്നോട്ടെ. ചുമന്ന് വരണം, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇതാ നോക്കൂ, ഇതിപ്പോൾ പാകത്തിന് ചുമന്നൊക്കെ വന്നു, വാടി വന്നു, ശബ്ദമൊക്കെ നിലച്ചു. അത്രയും മതി. ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഒരു വലിയ ടേബിൾ സ്പൂൺ, തനി ടേബിൾ സ്പൂണല്ല, അതുകൊണ്ട് ഇതൊരു 2-2.5 ടേബിൾ സ്പൂണുണ്ട്. ഇത്രയും മുളക് ഇതിന് വേണം. 1 ടീസ്പൂൺ കഷ്ടിച്ച ഉലുവാപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, അത് മതി. ഇനി ഇതൊന്ന് മൂപ്പിക്കണം. കണ്ടോ, ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഒരിത്തിരി കൂടെ കണ്ടിടത്തോളം നല്ലെണ്ണ ഞാൻ ഒഴിച്ചത് കുറവുണ്ട്, അപ്പോൾ അതിപ്പോൾ ഒഴിക്കാം. ഇതിന് കുറച്ച് എണ്ണ വേണം. കുറേശ്ശേ വീഴുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഇത്രയും മൂത്താൽ മതി. മുളക് താത്തിയിട്ടിരിക്കുകയായതുകൊണ്ട് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് വേറൊരു സൂത്രം ഇട്ടിട്ടില്ല,
അതെന്തൊരു സൂത്രമാണ്. കായപ്പൊടി അതും ഒരു കഷ്ടിച്ച് 3/4 ടീസ്പൂൺ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. അതിട്ടു. ഇനി ഞാൻ സകല ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ അവസാനം ഇടുന്നതാണ് ശർക്കര. ഒരു ശകലം നല്ല നാടൻ ശർക്കര അതും ഇട്ടു. അപ്പം എല്ലാ കൂട്ടുമായി. ഉപ്പിട്ടില്ല. കണ്ടോ, ഇതാണ് സംഭവം. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. വെള്ളം ഒഴിക്കട്ടെ. ഇത് വിനാഗിരി, കഷ്ടിച്ച് അരക്കപ്പ് വിനാഗിരി. തണുക്കുമ്പോൾ ശകലം കൂടെ കുറുകി വരും. ഉപ്പും ഒരു ടീസ്പൂൺ നിറച്ച്, 2 ടീസ്പൂൺ നിറച്ച്, 3 ടീസ്പൂൺ കൂമ്പാരം അത്ര ഇട്ടിട്ട് ഒന്ന് നോക്കാം. നമുക്ക് കുറച്ചുകൂടെ വേണ്ടി വന്നേക്കും. കഴിഞ്ഞു. ഇത് സ്വല്പം കൂടെ കുറുകി പോവും തണുക്കുമ്പോൾ, പക്ഷേ കറക്റ്റാണ്. ഉണ്ടോ? എൻ്റെ മിനി പറയുകയാണേ, നമുക്കിത് മീൻകറിയൊന്നും വേണ്ട, ഇത് ശകലം മതി. അപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ട്. കാണാൻ നല്ല അപ്പിയറൻസ് ഉണ്ട്, കഴിക്കാൻ നല്ല രുചിയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും ഒരുമിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ഇതെല്ലാവരും ഒന്നുണ്ടാക്കിക്കൊള്ളണം. സാധാരണ വീടുകളിൽ പാവയ്ക്ക മേടിച്ചാൽ അവിടെ കിടന്ന് വാടിയെടുത്ത് പള്ളേക്കളയും. അങ്ങനെ ഒരു സൂത്രമുണ്ട്. ഫ്രിഡ്ജിൽ കിടന്ന് വാടി പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇഷ്ടമല്ലാതെ പാവയ്ക്കാന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അച്ചാറിട്ട് വെച്ചാൽ മതി. പിള്ളേർ പോലും കഴിക്കും. നന്ദി, നമസ്കാരം.